നാരായണ 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 നാരായണ. ഗുരുവായൂരപ്പാ ശരണം, ഗുരുവായൂരപ്പാ ശരണം, ഗുരുവായൂരപ്പാ ശരണം. ഹരയേ നമ. സ്വാമിയേ ശരണമയ്യപ്പ. നമ്രാണാം സന്നിധത്തെ സതതമപി പുരസ്തൈരനഭ്യർത്ഥിതാനപി അർത്ഥാൻ കാമാൻ അജസ്രം വിതരതി പരമാനന്ദസാന്ദ്രാം ഗതിം ച. ഇത്തം നിശേഷലഭ്യോ നിരവധികഫല പാരിജാതോ ഹരേ ത്വം ക്ഷുദ്രം തം ശക്രവാടീദ്രുമമഭിലഷതി വ്യർത്ഥമർത്യോ വ്രജോയം. ഓം ശ്രീ ഭട്ടപാദമനിശം ഹൃദി ഭാവയാമി. ഓം ശ്രീ കൃഷ്ണപാദമനിശം ഹൃദി ഭാവയാമി. ഗുരുവായൂരപ്പാശനം സാധിക്കണേ. വന്ദേ ഗുരുപരമ്പര. മേൽപ്പത്തൂര് ഹന്തഭാഗ്യം ജനാനാം എന്ന് പറഞ്ഞുകൊണ്ട് നാരായണീയത്തിലെ ആദ്യ ശ്ലോകം ഭഗവാന്റെ പാദങ്ങളിൽ അങ്ങോട്ട് സമർപ്പിച്ചു. അടുത്ത ശ്ലോകത്തിന്റെ രചനയ്ക്കായിട്ട് അദ്ദേഹം ചിന്തിച്ചു കൊണ്ടിരുന്നു. ആ സന്ദർഭത്തിലാണ് ശ്രീലകത്ത് തൻ്റെ നാഥനായ ഭഗവാൻ എവിടെയാണ് എന്ന് രാധാദേവി ആലോചിച്ചത്. എന്താച്ചാൽ രാധാദേവി നോക്കുമ്പോ ഭഗവാനെ കാണാനില്ല, വിഗ്രഹം മാത്രമേ ഉള്ളൂ. അപ്പൊ എന്താ ഈ രാധാദേവിയുടെ മഹിമ? നമ്മളതും ആലോചിക്കേണ്ടതാണ്. ആരാധിച്ച് ഭഗവാനെ നേടിയെടുത്ത ആളാണ് ആ ദേവി. ആ പരബ്രഹ്മത്തിനെ അത് എങ്ങനെ സാധിച്ചു? അത് പറയണത് വ്യാസഭഗവാനാണ്. അദ്ദേഹം പറയണു, അനയാരാധിതോ നൂനം ഭഗവാൻ ഹരിരീശ്വര. ഭഗവാനെ ആരാധിച്ച് നമ്മൾ വിചാരിക്കണത് പോലെ പൂക്കളെ കൊണ്ട് ആരാധിക്കുക എന്നൊന്നും അർത്ഥം വിചാരിക്കണ്ട. മനസ്സിൽ വെച്ച് ആരാധിക്കുക, അതാണ് ഏറ്റവും വലിയ ആരാധന. ഭഗവാനെ നമ്മുടെ മനസ്സിൽ വെച്ച് അങ്ങനെ ആരാധിക്കുക. അങ്ങനെ ആരാധിച്ച് ആ ആരാധിക ശ്രീരാധികയായി മാറി. അതുകൊണ്ട് തന്നെ ഇപ്പോ ആ ദേവിയുടെ മഹിമ എന്താ? സ്വൈരുത്തരീയേ കുചകുങ്കുമാങ്കിതയേ അചേക്ലപന്നാസനമാത്മബന്ധവേ. ഈ പരബ്രഹ്മത്തിനെ തൻ്റെ ഉത്തരീയത്തിന്റെ തലപ്പിൽ ഇരുത്താൻ ആ ദേവിക്ക് സാധിച്ചു. ഇങ്ങനെയൊക്കെ മഹിമകളുള്ള ആ ശ്രീരാധികാദേവിയാണ്, രാധാദേവിയാണ് ഭഗവാനെ അന്വേഷിച്ച് ശ്രീലകത്തുനിന്ന് ഇങ്ങോട്ട് ഇറങ്ങിയത്. അധികമൊന്നും അന്വേഷിക്കേണ്ടി വന്നില്ല ആ ദേവിക്ക്. ആ അകത്തുകെട്ടും പടിയില് ചിത്രത്തൂണിന്റെ അടുത്തായി ഭഗവാനെ അങ്ങോട്ട് കണ്ടു. അങ്ങോട്ട് ചെന്നു. രാധ വരുണു എന്ന് മനസ്സിലാക്കിയ ഭഗവാൻ ഇത്ര നേരം മേൽപ്പത്തൂരിന്റെ മുമ്പില് ഒരു 3-3.5 വയസ്സ് പ്രായത്തിലാണ് ഭഗവാൻ ഇരുന്നിരുന്നതെങ്കിൽ ഇപ്പൊ രാധാദേവി അങ്ങോട്ട് അടുത്തെത്തിയപ്പോഴോ താരുണ്യാരംഭരമ്യനായിട്ടാണ് അപ്പ അവിടെ ഭഗവാൻ ആ ദേവിയുടെ മുമ്പിൽ രസിച്ചത്. എന്തായി ഗുരുവായൂരപ്പൻ തന്നെ സ്നേഹിക്കുന്ന ഓരോരുത്തരുടെയും മുമ്പില് അവരവർക്ക് താൻ ഏത് ഭാവത്തിൽ വന്നാലാണോ സന്തോഷാവുക ആ ഭാവത്തിലാണ് ഭഗവാൻ പ്രത്യക്ഷനാവുക. ഇപ്പൊ നോക്കുക, പൂന്താനത്തിന് അദ്ദേഹത്തിന്റെ ഉണ്ണിയായിട്ടാണ്,
അദ്ദേഹം എന്താ പറഞ്ഞത്? ഉണ്ണികൃഷ്ണൻ മനസ്സിൽ കളിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ മനസ്സില് ആ ഉണ്ണി ആയിട്ടുള്ള ഭഗവാൻ അങ്ങനെ കളിക്കുകയാണ്. അതുപോലെ തന്നെ വില്ലുമംഗലത്തിന്റെ മുമ്പില് അദ്ദേഹത്തിന്റെ ആ കർണാമൃതമൊക്കെ അങ്ങനെ കേട്ട് താൻ കർണാഭരണമായി അണിഞ്ഞ കൊടക്കടുക്കൻ ആടുന്ന വിധത്തില് തലകുലുക്കുന്ന കൃഷ്ണനായിട്ട്, കുറൂരമ്മയുടെ മുമ്പിലോ കഷ്ടിച്ചൊരു 2.5 വയസ്സ് പ്രായത്തില് ഇലഞ്ഞി പൂക്കളൊക്കെ പെറുക്കുന്ന കണ്ണൻ കണ്ണാഞ്ചിരട്ടയില് കൂടിയിട്ട് പൂഴിമണൽ വാരിയിട്ട് കളിക്കുന്ന കുറൂരമ്മയുടെ കുട്ടനായിട്ട്. അങ്ങനെയാണ് ആ കുറൂരമ്മയുടെ മുമ്പിലെ കുട്ടാന്നങ്ങനെ വിളിക്കും, സ്നേഹത്തോടു കൂടിയിട്ടേ. അത് കാണിച്ചുകൊണ്ടാണല്ലോ തൃശ്ശൂര് കേമായിട്ടുള്ളൊരു അമ്പലം തന്നെയുണ്ട്. കുളത്തിന്റെ പക്കത്ത് ആ പൂഴിമണലിട്ട് കളിക്കുന്ന ആ ഭഗവാനെ അന്ന് വില്ലുമംഗലം സ്വാമികളാണ് കണ്ടതേ. അമ്മയ്ക്ക് കുളിക്കണേന് പണ്ടത്തെ സമ്പ്രദായം അനുസരിച്ച് തുണയ്ക്ക് പോയതാണ് ആ കുട്ടനെ. അങ്ങനെയാണ് കുട്ടൻകുളങ്ങര എന്നുള്ള അമ്പലം പ്രസിദ്ധമായത്. ഭഗവാനെ കണ്ടു കുളത്തിന്റെ കരയിലെന്നാണ്. അപ്പൊ ഈ രാധയുടെ മുമ്പില് എപ്പോഴും രാധ കാണാൻ ആഗ്രഹിക്കുന്ന ആ ഭാവത്തില് താരുണ്യാരംഭരമ്യനായിട്ടാണ്. ഒരു കഥയൊക്കെ ഉണ്ട്. ചെറിയ ഉണ്ണിയായിട്ടുള്ള ഭഗവാൻ കഷ്ടിച്ചൊരു 2 വയസ്സൊക്കെ കഴിഞ്ഞിട്ടുണ്ടെന്ന് വിചാരിക്കുക. ഒരിക്കല് ആ വൃന്ദാവനത്തില് അങ്ങനെ വിഹരിക്കണ സന്ദർഭത്തിലാണ്, വൃന്ദാവനത്തില് തൻ്റെ കൊട്ടാരത്തില്, നന്ദന്റെ കൊട്ടാരത്തില് അങ്ങനെ ഇരിക്കണ സമയത്താണ് നന്ദൻ യശോദയോട് പറയണ കേട്ടത്. എന്താ ഉണ്ണി കേട്ടതെങ്കിൽ, ഞാൻ കുറച്ച് വരാൻ വൈകും. കാരണം എന്താ വെച്ചാൽ വരാൻ പോകുന്ന ആ ഇന്ദ്രയാഗത്തിന്റെ മേൽനോട്ടത്തിന് വേണ്ടിയിട്ട് അതിൻ്റെ കാര്യങ്ങളൊക്കെ ഒന്ന് തീരുമാനിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ചർച്ചയാണ് മറ്റു പല ഗോപന്മാരും ഒക്കെ ആയിട്ട്. അത് കാളിന്തിയുടെ തീരത്ത് വെച്ചിട്ട് ആവാന്ന് വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് ചിലപ്പോൾ ഇന്ന് വരാൻ കുറച്ച് വൈകും. ഇതൊക്കെ കേട്ടു ആ ഉണ്ണി. അപ്പ പറഞ്ഞു കൃഷ്ണൻ, അച്ഛാ ഞാനും വരുന്നുണ്ട്. അപ്പോ നന്ദൻ പറഞ്ഞിട്ടുണ്ട്, ഉണ്ണി വരണ്ട. കാരണം ഉണ്ണി വന്നാൽ താമസമില്ലാണ്ട് അപ്പ ഉണ്ണി പറയും എനിക്ക് അമ്മയെ കാണണം എന്നുള്ളത്. അപ്പോ ഉണ്ണിയായ ഭഗവാൻ പറഞ്ഞു, ഏയ് ഞാൻ അങ്ങനെയൊന്നും പറയില്ല, ഒരു പ്രയാസം അച്ഛൻ ഉണ്ടാക്കില്ല, എനിക്കും വരണം, ഞാൻ അവിടെ എവിടെയെങ്കിലും കളിച്ചോളാം. ഈ നന്ദന്റെ കഥ എന്താ വെച്ചാൽ ഉണ്ണി പറഞ്ഞാൽ രണ്ടാമതൊന്നില്ല. അങ്ങനെയാണേ. ഉണ്ണിയെടുത്ത് ഒക്കത്തും വെച്ച് നന്ദൻ അങ്ങോട്ട് നടന്നു. കാളിന്തി തീരത്തെത്തിയിട്ടുണ്ട്. നന്ദനാകട്ടെ ഗോപന്മാരുമായിട്ട് ചർച്ച. ഈ ഉണ്ണിയായിട്ടുള്ള ഭഗവാനോ അവിടെ അങ്ങനെ കുറച്ച് അങ്ങേപ്പുറത്തായിട്ട് കളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് കളന്തിര തീരത്ത്. ആ സന്ദർഭത്തിലാണ് പെട്ടെന്ന് ഒരു ഇടി അങ്ങോട്ട് മുഴങ്ങി. ഇടി മുഴങ്ങണ്ട താമസം ഈ ഉണ്ണിയായ ഭഗവാൻ അവിടുന്ന് ഓടിങ്ങോട്ട് വന്നു. അവിടെ ഇരിക്കണ നന്ദന്റെ മടിയിലേക്ക് അങ്ങോട്ട് ചാടി അങ്ങോട്ട് കയറി കെട്ടി അങ്ങോട്ട് പിടിച്ചു നന്ദനെ. എന്നിട്ട് അങ്ങോട്ട് പറഞ്ഞു, എനിക്കിപ്പോ അമ്മയെ കാണണം. അപ്പൊ നന്ദൻ പറഞ്ഞു, അതല്ലേ ഉണ്ണി ഞാൻ പറഞ്ഞ എന്നോട് ഒപ്പം വരണ്ടെന്നുള്ളത്. കുറച്ച് കഴിഞ്ഞ് അച്ഛനങ്ങോട്ട് വരികയി ഒപ്പം അങ്ങോട്ട് പോവാം. അതൊന്നും പറഞ്ഞാൽ പറ്റില്ല, ഇപ്പൊ എനിക്ക് അമ്മയെ കാണണം. അതായി ആ ഉണ്ണിയുടെ നിർബന്ധം. ഇത്രയായപ്പോ എന്തായി, നന്ദൻ ഒന്നവിടുന്ന് എഴുന്നേറ്റ് നോക്കി. അപ്പോഴാണ് കുറച്ചകലെ വൃഷഭാനുപുത്രിയായിട്ടുള്ള രാധയെ കണ്ടത്. രാധയെ വിളിച്ചു. രാധ എവിടെ നിന്ന് വരൂ പറഞ്ഞു. രാധ വന്നിട്ടുണ്ട്. എന്നിട്ട് പറഞ്ഞു,
ഈ ഒരു മഴക്കാറങ്ങട് കാണലും ഒരു ഇടി മുഴങ്ങലേ ഉണ്ടായിട്ടുള്ളൂ. ഇവന് ഇപ്പൊ അമ്മയെ കാണണമെന്നാ പറയണത് ഈ പേടിത്തൊണ്ടൻ. അതുകൊണ്ട് ഇവനെ ഒന്നങ്ങട് അമ്മയുടെ അടുത്തേക്ക്, യശോദയുടെ അടുത്തേക്ക് അങ്ങോട്ട് ആക്കൂ. നന്ദൻ പറഞ്ഞു താമസമൊന്നും ഉണ്ടായില്ല. രാധ ഉണ്ണിയായിട്ടുള്ള ഭഗവാനെ എടുത്ത് ഒക്കത്തങ്ങട് വെച്ചു. എന്നതിന് ശേഷം അങ്ങട് നന്ദന്റെ കൊട്ടാരത്തിലേക്ക്, ഭഗവാന്റെ ആഗ്രഹത്തിലേക്ക് അങ്ങോട്ട് കൊണ്ടുപോവുകയാണ് ഒക്കത്തം വെച്ചിട്ട്. ഈ ഭാഗം പറയുന്നത് ഭക്തോത്തമനായ ജയദേവ കവിയാണ്. അദ്ദേഹം പറയുന്നു, മേഘേറും മേദുരമംബരം വനഭുവശ്യാമസ്തമാലദ്രുമൈ നക്തം പേരുരയം ത്വമേവ തദിമം രാധേ ഗൃഹം പ്രാപയഃ ഇത്തം നിദേശിതശ്ചലിതയോ പ്രത്യധ്വകുഞ്ചദ്രുമം രാധാമാധവയോ ജയന്തി യമുനാകൂലേരഃ കേളയഃ. ആ ഉണ്ണിയെ എടുത്തുകൊണ്ട് രാധ ഒരു 2-3 വളവ് അങ്ങോട്ട് തിരിഞ്ഞതേ ഉള്ളൂ. അങ്ങനെ ഒരു 3 വളവ് തിരിഞ്ഞു കഴിഞ്ഞപ്പോ ഭഗവാൻ ഒന്ന് ഇങ്ങോട്ട് തിരിഞ്ഞു നോക്കി. എവിടേക്ക്? ഈ അച്ഛനും മറ്റുള്ള ഗോപന്മാരും കൂടിയിട്ട് ചർച്ച നടന്നുകൊണ്ടിരിക്കുന്ന കാളന്തിയുടെ തീരത്തേക്ക്. കാണില്ല അവരെന്ന് ഉറപ്പായി. ഇത്രയുമായപ്പോ രാധയോട് പറഞ്ഞു, രാധേ എന്നെ വേഗം ഒന്ന് താഴെ വെക്കണം, ഇപ്പൊ താഴത്തേക്ക് വെക്കണം. രാധ വിചാരിച്ചു ഇനിയിപ്പൊ ഇത്ര അർജന്റ് ആയിട്ടുള്ള കാര്യം എന്താണാവോ, എന്തായാലും ഇത്ര അർജന്റ് കൂട്ടുന്ന ആളെ വേഗം താഴത്തേക്ക് വെക്കുക തന്നെയാണ് തനിക്ക് നല്ലത്. ഇതും വിചാരിച്ച് താഴെ ഇങ്ങോട്ട് വെച്ചു. താഴെ ഇങ്ങോട്ട് വെച്ചപ്പോഴോ ഇത്തം നിദേശിതശ്ചലിതയോ പ്രത്യധ്വകുഞ്ചദ്രുമം രാധാമാധവയോ ജയന്തി യമുനാകൂലേരഃ കേളയഃ. ആ താഴത്തന്നെ വെക്കേണ്ട താമസം. ഇപ്പൊ രാധ കാണുന്നത് കാരുണ്യാരംഭരമ്യനായിട്ടുള്ള ആ ഭഗവാനെയാണ്. രാധയുടെ കയ്യും പിടിച്ച് അടുത്ത് കണ്ട ഒരു വള്ളിക്കുടലിൻ്റെ ഉള്ളിലേക്ക് അങ്ങോട്ട് പ്രവേശിച്ചു. ആ ജയദേവ കവി പറയുന്നു, ഇങ്ങനെയുള്ള ആ രാധാമാധവന്മാരുടെ ആ യമുനാതീരത്തിലുള്ള കേളി എന്നും ജയിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അത് നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. അപ്പൊ എന്താ ഇവിടെ പറഞ്ഞതെങ്കിൽ, ആ രാധയും മാധവനും, ആ രാധയും ഗുരുവായൂരപ്പനും രണ്ടല്ല, ഒന്നെന്നെയാണ്. ഇങ്ങനെയുള്ള രാധാദേവിയാണ് ആ ഭഗവാൻ അന്വേഷിച്ചപ്പോ വന്നത്. ഭഗവാന്റെ അടുത്ത് അങ്ങോട്ട് എത്തിയിട്ടുണ്ട്. ഇത്രയായപ്പോഴാണല്ലോ നമ്മൾ നേരത്തെ അനുസ്മരിച്ചത് ആ താരുണ്യാരംഭരമ്യനായിട്ടുള്ള ഭഗവാൻ. ആ ഭഗവാൻ രാധയുടെ അങ്ങോട്ട് ചോദിച്ചു, രാധേ കേട്ടില്ലേ മേൽപ്പത്തൂര് എന്നെ കുറിച്ച് പറഞ്ഞത്? ഉവ്വ കേട്ടു. അപ്പ ചോദിച്ചു രാധാദേവി. അപ്പ പറഞ്ഞു ഭഗവാനോട്, എന്താ ഇദ്ദേഹത്തിനെ അങ്ങോട്ട് അനുഗ്രഹിക്കല്ലേ? അപ്പൊ ഭഗവാൻ ചിരിച്ചു. ഈ ആദ്യത്തെ ശ്ലോകത്തിലെ തന്നെ അങ്ങോട്ട് അനുഗ്രഹിച്ചാൽ ഭഗവാൻ അവിടെ നിർത്തി. അപ്പൊ രാധാദേവി, എന്താ ഭഗവാനെ പട്ടേരി രചന മതിയാക്കി ഇങ്ങോട്ട് പോകുന്ന തോന്നുന്നുണ്ടോ? അതില്ല, പിന്നെന്താ അനുഗ്രഹിച്ചാൽ? അദ്ദേഹത്തിന്, രാധാദേവി പറയുന്നുണ്ട്, അദ്ദേഹത്തിന് പറയാനുള്ള എല്ലാം തന്നെ ആദ്യത്തെ ശ്ലോകത്തിൽ തന്നെ അങ്ങോട്ട് പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പൊ ഗുരുവായൂരപ്പൻ പറഞ്ഞു, പക്ഷേ മനസ്സിൽ കുറച്ച് ദുഃഖം ഉണ്ടാവുമ്പോഴാണ് ആ ഭഗവാനെ വിളിക്കുന്നതില് ഒരു തീവ്രത ഉണ്ടാവുള്ളൂ. ഞാനൊരു കാര്യം പറയട്ടെ. അതെ രാധേ, അന്ന് ആ ശരത്കാലത്തിലെ പൂർണ്ണചന്ദ്രികയിൽ കുളിച്ചു നിൽക്കുന്ന വൃന്ദാവനത്തിലേക്ക് എൻ്റെ ആഹ്വാനം അനുസരിച്ച്
നിങ്ങളെല്ലാവരും വന്നപ്പോ അപ്പ തന്നെ ഞാൻ നിങ്ങളെയൊക്കെ അങ്ങോട്ട് അനുഗ്രഹിച്ചു എന്ന് വിചാരിക്കുക. എന്നാൽ നിങ്ങൾ എൻ്റെ ആ കണ്ണിനെ കുറിച്ച് ശരദുദാശയേ സാധുജാതസൽ സരസിജോദര ശ്രീമുഷാദൃശ എന്നിങ്ങനെ പറയുണ്ടാവുമോ? അതേപോലെ തന്നെ എന്നെ അന്വേഷിച്ച് ഞാനങ്ങോട്ട് മറിഞ്ഞിരുന്നപ്പോഴേ എന്നെ അന്വേഷിച്ച് നടന്ന് കാണാണ്ടേ അവസാനം അന്ന് പറഞ്ഞിട്ടില്ലേ നിങ്ങള് തേനാടവീ മടസി തദ്വ്യഥതേന കിം സ്വിൽ കൂർപ്പാതിഭ്രമതിഥി ഭവദായുഷാം നഃ. ഭഗവാനെ, ഇപ്പൊ അങ്ങ് ഞങ്ങളെ പറ്റിക്കാൻ വേണ്ടിയിട്ട് ഈ വൃന്ദാവനത്തിന്റെ അന്തർഭാഗത്തുകൂടി വഴിയില്ലാത്ത സ്ഥലങ്ങളിൽ കൂടി നടന്നതിൻ്റെ ഫലമായിട്ട് അങ്ങയുടെ പാദങ്ങളില് വല്ല കൂർത്ത കല്ലോ മുള്ളോ എന്തെങ്കിലും കൊണ്ട് പ്രയാസമുണ്ടായി എന്നങ്ങട് അറിഞ്ഞാൽ ആ നിമിഷമാണ് ഞങ്ങള് പടഞ്ഞ് അങ്ങോട്ട് മരിക്കലുണ്ടാവുക. ഇങ്ങനെ നിങ്ങൾ പറയലുണ്ടാവുമോ രാധേ? പിന്നെ ഒരു കാര്യം, അതെന്താണെങ്കിൽ പട്ടേരി ഈ രചന പൂർത്തിയാക്കുന്ന അവസരത്തില് ഞാൻ ആ നാരായണീയാണ് കയ്യിൽ കിട്ടുന്നതിൻ്റെ ആ സന്തോഷത്തിലെ അനുഗ്രഹിക്കാൻ ഏതാനും നിമിഷം അങ്ങോട്ട് അമാന്തായി എന്ന് വിചാരിക്കുക, അങ്ങനെ കരുതുക. ഒരു സംശയവും വേണ്ട, ഭവതിക്ക് അങ്ങോട്ട് അനുഗ്രഹിക്കാലോ. ഇതുകൊണ്ട് തന്നെയാണ് എപ്പോഴും ആചാര്യൻ അനുസ്മരിക്കാറുള്ളത് ഇദ്മഹ ഗുരു താം എന്ന് പറഞ്ഞ് നമസ്കരിച്ച മേൽപ്പത്തൂരിനെ ആദ്യം അനുഗ്രഹിച്ചത് രാധാദേവിയാണ് എന്നുള്ളത്. ഭഗവാനും രാധാദേവിയും തമ്മിലുള്ള സംഭാഷണമൊന്നും പാവം നമ്മുടെ മേൽപ്പത്തൂര് അറിഞ്ഞില്ല. അദ്ദേഹം തൻ്റെ രണ്ടാമത്തെ ശ്ലോകം ആരംഭിക്കുന്നു. ഏവം ദുർലഭ്യവസ്തുന്യപി സുലഭതയാ ഹസ്തലബ്ധേ യദന്യൽ തന്വാ വാചാ ധിയാ വാ ഭജതി ബത ജന ക്ഷുദ്രതൈവ സ്ഫുടേയം ഏതേ താവദ്വയം തു സ്ഥിരതരമനസാ വിശ്വപീഡാപഹത്यै നിശേഷാത്മാനമേനം ഗുരുപവനപുരാധീശമേവ ആശ്രയാമഃ. ആദ്യത്തെ ശ്ലോകത്തില് മേൽപ്പത്തൂര് പറഞ്ഞ ദുർലഭമായ ആ ബ്രഹ്മതത്വത്തെ, പരബ്രഹ്മത്തെ, ഗുരുവായൂരപ്പനെ സുലഭതയാ ഹസ്തലബ്ധേ, വളരെ സുലഭമായ വസ്തു എന്ന നിലയിലെ കയ്യിൽ കിട്ടിയിട്ട് അതെങ്ങനെ നമുക്കൊക്കെ എപ്പോ വേണമെങ്കിലും ഭഗവാനെ ചെന്ന് ദർശിക്കാനും അതുപോലെ സ്മരിക്കാൻ ഭാഗത്തിലും ഒക്കെ കിട്ടിയിട്ടും മറ്റേതെങ്കിലും ഒന്നിനെ തന്നുവാ വാചാ ധിയാവാ, ശരീരം കൊണ്ടോ വാക്കുകൊണ്ടോ മനസ്സുകൊണ്ടോ ഒക്കെ ആശ്രയിക്കുക എന്നത് നമ്മുടെയൊക്കെ മനസ്സിൻ്റെ വലിപ്പക്കുറവ് എന്ന് മാത്രമേ പറയാനുള്ളൂ. വിശാലതയില്ലാത്ത മനസ്സ്, ഇതേ പറയാനുള്ളൂ. ഗുരുവായൂരപ്പൻ ദേശകാലാവധിഭ്യാം എന്നുള്ളത് കൊണ്ട് ഗുരുവായൂർ മാത്രമല്ല, ലോകത്തിലുള്ള എവിടെയും ഏതൊരു ഗുരുവായൂരപ്പ ഭക്തനും സുലഭാണ് ഈ ഗുരുവായൂരപ്പൻ. കയ്യിൽ വെച്ച നെല്ലിക്ക തനിക്ക് എത്രത്തോളം സ്വന്തം എന്ന് പറയാം, അത്ര തന്നെ സുലഭമായിട്ടുള്ള
ഈ ഗുരുവായൂരപ്പനെ കയ്യിൽ കിട്ടിയിട്ടും സർവാത്മന ആശ്രയിക്കാതെ മറ്റേതിനെങ്കിലും ആശ്രയിക്കേണ്ടി വരിക എന്ന അവസ്ഥ മനസ്സിന്റെ വലിപ്പക്കുറവാണ്. അങ്ങനെയുള്ള നമ്മളാകട്ടെ മേൽപ്പത്തൂര് പറയുന്നു, സ്ഥിരതര മനസാ, ഇളകാത്ത മനസ്സുമായി എന്ത് ആശ്രയാമഹ, ആശ്രയിക്കുന്നു. ഇവിടെ സ്ഥിരതര മനസാ, ഇളകാത്ത മനസ്സുമായി, ഇത് പറയാറായതാണ് മേൽപ്പത്തൂരിന്റെ വിജയം. അദ്ദേഹം വെറുതെ അങ്ങോട്ട് പറഞ്ഞതല്ല. ഇവിടെ ഗുരുവായൂർക്ക് മേൽപ്പത്തൂര് വരുമ്പോ അദ്ദേഹത്തിന്റെ ഒപ്പം അനുജൻ ഉണ്ടായിരുന്നു. എന്നാൽ 2 ദിവസത്തിനുള്ളിൽ തന്നെ അദ്ദേഹം ആ അനിയനെ നിർബന്ധപൂർവ്വം അങ്ങോട്ട് തിരിച്ചയച്ചിട്ടുണ്ട്. കാരണം വേറൊന്നുമല്ല, വാതരോഗം കൊണ്ട് ക്ലേശിതനായിട്ടാണല്ലോ പട്ടേരി ഗുരുവായൂരപ്പനെ അടുത്തേക്ക് ഗുരുവായൂർക്ക് വന്നത്, ഗുരുവായൂരപ്പനെ ഭജിക്കാനായിട്ട്. എന്നാൽ കാലുവേദന കൂടുമ്പോൾ ഒന്ന് തിരുമ്പിത്തരാനെങ്കിലും അനിയൻ ഒപ്പുണ്ട് എന്ന് വന്നാൽ ആ ഭഗവാനെ ഗുരുവായൂരപ്പനിലുള്ള ആശ്രയഭാവം കുറയും. അനിയനുണ്ടല്ലോ, ഈ ഒരു തോന്നലുണ്ടാവും. അതുകൊണ്ട് അനിയനെയും കൂടി അങ്ങോട്ട് തിരിച്ചയക്കാം. എങ്കിലേ ഈ ഗുരുവായൂരപ്പനല്ലാതെ വേറെ ഒന്നിനെയും ഇനി തനിക്ക് ആശ്രയിക്കാനില്ല. അതിനാൽ മനസ്സ് ഭഗവാനിലേക്ക് മാത്രം അങ്ങോട്ട് ഒഴുകും. ഇതാണ് അദ്ദേഹത്തിന്റെ വിജയം. നമ്മുടെ മുഴുവനും പ്രയാസവും എന്താണെങ്കിൽ ഈ ഇളകാത്ത ഭഗവാനിലേക്ക് സ്ഥിരമായി ഒഴുകുന്ന ഒരു മനസ്സ് അതുണ്ടാവണേ എന്ന് പ്രാർത്ഥിക്കുക ഗുരുവായൂരപ്പനോട്. നമുക്കൊക്കെ അതേ പറ്റുള്ളൂ. ഗീതയിലെ അർജുനൻ ശ്രീകൃഷ്ണ ഭഗവാനോട് പറയുന്നുണ്ട്, ചഞ്ചലം ഹി മനഃ കൃഷ്ണ. അത്ര പ്രയാസമുള്ളതാണ് ഈ ഇളകാത്ത മനസ്സുണ്ടാവുക എന്നുള്ളത്. ഇങ്ങനെ ഇളകാത്ത മനസ്സായിട്ട് എന്തിനു വേണ്ടിയിട്ടാ ഭഗവാനെ ആശ്രയിക്കുന്നത്, ഗുരുവായൂരപ്പനെ ആശ്രയിക്കുന്നത്? വിശ്വപീഡാപഹത്യൈ, ഈ ലോകത്തിന്റെ മുഴുവൻ സകല വിധത്തിലുമുള്ള ദുഃഖങ്ങൾ ഇല്ലാതെയാവാൻ. അതിനെന്താ ചെയ്യണത്? ആശ്രയിക്കുന്നു. ആരെ? ഗുരുപവനപുരാധീശം ഏവ ആശ്രയാമഹ. ഗുരുപവനപുരാധീശനെ, അതായത് ഗുരുവായൂരപ്പനെ മാത്രം ആശ്രയിക്കുന്നു. ഇതാണ് മേൽപ്പത്തൂര് പറഞ്ഞത്. അദ്ദേഹത്തിന് അങ്ങനെ പറയാനേ കഴിയുള്ളൂ. സനാതനിയായ ഏതൊരു ഭാരതീയനും കേട്ട് പഠിച്ച് ശീലിച്ച ഉപനിഷത് വാക്യമാണ് ലോകാ സമസ്ത സുഖിനോ ഭവന്തു. അതാണ് മേൽപ്പത്തൂര് അദ്ദേഹത്തിന്റെ മാത്രം കാര്യമല്ല ഇവിടെ പറഞ്ഞത്. ലോകത്തിലുള്ള സമസ്ത ജീവജാലങ്ങളുടെയും ദുഃഖം ഇല്ലാതാക്കണം, സുഖം ഉണ്ടാവണം. ഇതാണ് നാരായണീയത്തിന്റെ സന്ദേശം. എന്ത്? വിശ്വപീഡാപഹത്യൈ നിശേഷാത്മാനമേനം ഗുരുപവനപുരാധീശമേവ ആശ്രയാമഹ. ഇതാണ് നാരായണീയത്തിന്റെ സന്ദേശം. അതുപോലെ ഒരു ഭരണാധികാരി നമുക്കുണ്ടായിരുന്നു. തൻ്റെ രാജ്യത്തെ ജനങ്ങളുടെ മുഴുവനും ദുഃഖത്തെ ഒരു കബളമാക്കി എനിക്ക് തരൂ, ഞാൻ സ്വീകരിക്കാം, എൻ്റെ പ്രജകൾ സുഖിക്കട്ടെ എന്ന് പറഞ്ഞ് ഭഗവാനോട് പ്രാർത്ഥിച്ച ഒരു ഭരണാധികാരി രന്തിദേവൻ. അതൊക്കെ നമ്മൾ ഇടയ്ക്കൊന്ന് ഓർക്കേണ്ടതാണ് കേട്ടോ, സാന്ദർഭികമായിട്ടൊക്കെ.
നമ്മുടെ ഭാരതത്തിൽ അങ്ങനെ ഒരു രാജാവ് ഉണ്ടായിരുന്നു എന്നൊക്കെ ആ സംസ്കാരത്തിലൂടെ വന്ന മേൽപ്പത്തൂരിനും ഇങ്ങനെ മാത്രമേ പറയാൻ പറ്റുള്ളൂ. ഇനി എങ്ങനെയുള്ള ഗുരുഭവനപുരാധീശനെ, ഗുരുവായൂരപ്പനെ ഗുരുഭവനപുരാധീശമേവ ആശ്രയാമ എന്ന് പറഞ്ഞുവല്ലോ. എങ്ങനെയുള്ള ഗുരുവായൂരപ്പനെ? നിശേഷാത്മാനം ഏനം ഗുരുഭവനപുരാധീശം ഏവ ആശ്രയാമ. നിശേഷാത്മാവായ സമസ്ത ചരാചരങ്ങളിലും ആത്മാവായി പ്രശോഭിച്ചുകൊണ്ടിരിക്കുന്ന ഗുരുവായൂരപ്പനെ എന്നർത്ഥം. ഇങ്ങനൊരു പ്രയോഗം നിശേഷാത്മാനം എന്നുള്ളത് ഈ നാരായണീയത്തിലാണ് കാണുള്ളൂ. നാരായണീയത്തിലെ ഈ പ്രയോഗം മേൽപ്പത്തൂര് പറഞ്ഞത് ശരിയാണോ എന്ന് നോക്കി പ്രാവർത്തികമാക്കിയ വളരെ വലിയ ഗുരുവായൂരപ്പ ഭക്തനായിരുന്നു കൂടല്ലൂര് കുഞ്ഞിക്കാവ് നമ്പൂതിരി. അദ്ദേഹത്തെ പരീക്ഷിച്ചു നോക്കിയ ആളാണ്. അദ്ദേഹം ഗുരുവായൂരപ്പനെ ദർശിച്ച് പുറത്തേക്ക് കടന്ന് ഉടൻ തന്നെ അവിടെ എഴുന്നള്ളി ഗുരുവായൂരപ്പന്റെ ആ ക്ഷേത്രമതിൽക്കകത്ത് എഴുന്നള്ളിപ്പിന് കൊണ്ടുവന്ന ആനയെ അങ്ങോട്ട് കണ്ടു. വേഗം അതിന്റെ മുമ്പിലേക്ക് അങ്ങോട്ട് ചെന്നു. എന്നതിന് ശേഷം ഗജരൂപിണേ വാതാലയേശായ നമ എന്ന് പറഞ്ഞ് അങ്ങോട്ട് നമസ്കരിച്ചു. എന്നിട്ട് സ്വന്തം മനസ്സിലേക്കൊന്ന് അങ്ങോട്ട് നോക്കി. എന്താ നോക്കി? ഗുരുവായൂരപ്പനെ ദർശിച്ച് നമസ്കരിച്ചപ്പോൾ മനസ്സിന് ലഭിച്ച ആ ആനന്ദാനുഭൂതി, ആ അനുഭൂതി വിശേഷം ഈ എഴുന്നള്ളിപ്പിന് കൊണ്ടുവന്ന ആനയെ നമസ്കരിച്ചപ്പോ ഉണ്ടായോ? അത് ലഭിച്ചുവോ? അദ്ദേഹത്തിന് ഉറപ്പായി തനിക്ക് ആ ഗുരുവായൂരപ്പനെ നമസ്കരിച്ചപ്പോണ്ടായ ആനന്ദാനുഭൂതി ഇപ്പോ തനിക്കുണ്ടായിട്ടുണ്ട് എന്നുള്ളത് ബോധ്യം വന്നു. ഇതന്നെയാണ് മേൽപ്പത്തൂര് ഈ ഗുരുവായൂരപ്പനെ നിശേഷാത്മാനം എന്ന് വിശേഷിപ്പിച്ചത്. ഗുരുവായൂരിൽ പ്രകാശിക്കുന്ന ഇന്ന് നമ്മൾ കാണുന്ന ആ ഭഗവാന് ആരാ ഗുരുവായൂരപ്പൻ എന്നുള്ള പേര് കൊടുത്ത്? ചിന്തിക്കേണ്ടതാണ്. ഉത്തരം ഒന്ന് തന്നെയുള്ളൂ. തീർച്ചയായും മേൽപ്പത്തൂരാണ് ഭഗവാനെ ആദ്യമായി ഗുരുഭവനപുരാധീശൻ എന്ന് പറഞ്ഞത്. എന്താ അർത്ഥം? ഗുരുഭവനപുരാധീശൻ എന്ന് പറഞ്ഞ ഗുരുവായൂരപ്പൻ എന്ന് തന്നെ. മേൽപ്പത്തൂരാണ് അദ്ദേഹത്തിന്റെ നാരായണീയത്തിലൂടെ ലോകത്ത് ആദ്യമായി ഗുരുവായൂരപ്പ എന്ന് ആ ഭഗവാനെ ഉറക്കെ വിളിച്ചത്. സഹസ്രനാമത്തിലും അല്ലെങ്കിൽ അഷ്ടോത്തര ശതത്തിലൊന്നും അത് കാണാൻ പറ്റില്ല, ഈ ഗുരുവായൂരപ്പ എന്നുള്ളത്. അങ്ങനെ ഒന്നിലും കാണാത്ത ഭഗവാന്റെ നാമമാണ് നാരായണീയത്തിൽ മാത്രം കാണുന്നത്. ഭാഗവതത്തിലൊന്നും ഇല്ല അങ്ങനൊരു സംബോധന ഗുരുവായൂരപ്പൻ എന്നുള്ളത്. എന്നാൽ ആ ഗുരുവായൂരപ്പന്റെ അമ്പലത്തിലെ കിഴക്കേ നടയിൽ ചെന്നാൽ കാണാം, അവിടെ എഴുതി വെച്ചിട്ടുള്ളത് ഗുരുവായൂർ ശ്രീകൃഷ്ണ ടെമ്പിൾ എന്ന്. മേൽപ്പത്തൂരിന് മുമ്പ് ആരെങ്കിലും ഇങ്ങനെ വിളിച്ചിട്ടുണ്ടോ? പൂന്താനം ഗുരുവായൂരപ്പ എന്ന് വിളിച്ചിട്ടില്ല. ഗുരുവായൂർന്ന് സ്ഥലമൊക്കെ പേരൊക്കെ ഉണ്ട്, പക്ഷെ ഗുരുവായൂരപ്പ എന്ന് വിളിച്ചിട്ടില്ല. വില്വമംഗലവും ഗുരുവായൂരപ്പ എന്ന് വിളിച്ചിട്ടില്ല. അപ്പൊ ഈ മേൽപ്പത്തൂരാണ് ആ ഭഗവാനെ ഗുരുവായൂരപ്പ എന്ന് സംബോധന ചെയ്ത് വിളിച്ചത്. ഞങ്ങളുടെയൊക്കെ ഈ പാരമ്പര്യത്തിന്റെ ഗുരുനാഥനായ വാഴകുന്നം ഭക്തശിരോമണി വാഴകുന്നം വാസുദേവൻ നമ്പൂതിരി
അദ്ദേഹം പറയാറുണ്ടെന്ന് അദ്ദേഹത്തിൻ്റെ ശിഷ്യപ്രശിഷ്യ ആയിട്ട് പറഞ്ഞു കേട്ടിട്ടുണ്ട്. അതെന്താണെങ്കിൽ അനേകം ഗോപാലമന്ത്രങ്ങളുണ്ട്. എന്നാൽ ആ ഗണത്തിലൊന്നും പെടാത്ത പുതിയ ഒരു ഷഡാക്ഷരി ഗോപാലമന്ത്രം, അതാണ് ഗുരുവായൂരപ്പ എന്നുള്ളത്. എന്താ ഈ ഗോപാലമന്ത്രങ്ങളുടെയൊക്കെ പ്രത്യേകത എന്ന് വെച്ചാൽ, ഉപാസകന്റെ എല്ലാ ആഗ്രഹങ്ങളും സാധിപ്പിച്ച് അനുഗ്രഹിക്കുന്നവയാണ് ഗോപാലമന്ത്രങ്ങൾ. ഈ പുതിയ മന്ത്രമാകട്ടെ നാം ആഗ്രഹിച്ചതും ചോദിച്ചതും ചോദിക്കാൻ വിട്ടുപോയതുമായ എല്ലാം നൽകി അവസാനം പരമാനന്ദ സാന്ദ്രാം ഗതിം ച, പരമാനന്ദ സാന്ദ്രയായ ഗതി കൂടി അനുഗ്രഹിക്കുന്നതാണ് ആ ഗുരുവായൂരപ്പ എന്നുള്ള നാമം, ആ ഒരു മന്ത്രം ആയി കഴിഞ്ഞിട്ടുണ്ട് അതെന്ന്. അങ്ങനെയാണ് മേൽപ്പത്തൂര് രണ്ടാമത്തെ ശ്ലോകം ഭഗവാന്റെ പാദങ്ങളിൽ സമർപ്പിക്കുന്നത്. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം, ഗോവിന്ദ ഗോവിന്ദ.